ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാനൊക്കെ കേട്ടിരുന്ന ഒരു വലിയ പ്രശ്നമാണ്. അതായത് നമ്മൾ ഈ വാട്ടർ തീം പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഹൈജീനിക് ഇഷ്യൂസ് ഭയങ്കര കൂടുതലാണ്. നമ്മളെ വെള്ളത്തിൽ ഇറങ്ങരുത് അങ്ങനെ ഇങ്ങനെ. ഈ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു മാനേജ്മെന്റ് സൈഡിൽ നിൽക്കുന്നവർ അത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യാനായിട്ട് എന്തെങ്കിലും ക്യാമ്പയിൻസ് നടത്തിയിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അത്? സോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ ഒട്ടും ഈ കാര്യങ്ങളിലൊന്നും ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ ഏറ്റവും കൂടിയ സാധനങ്ങൾ, ഏറ്റവും വില കൂടിയ ഫിൽറ്ററുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഒരു രീതിയാണ് ഞങ്ങളുടേത്. അത് ഇൻഫാക്ട് ബാംഗ്ലൂർ നമ്മൾ തുടങ്ങുമ്പോൾ അവിടുത്തെ വെള്ളം ഹാർഡ് വാട്ടറാണ്. എന്നിട്ട് ആ വെള്ളം നമ്മൾ സ്ലൈഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ലൈഡ് സ്കെയിൽഡ് ആവും. അതുകൊണ്ട് നമ്മൾ RO ട്രീറ്റഡ് വെള്ളമാണ് അവിടെ ഉപയോഗിക്കുന്നത്. വേറെ ആരും ഇപ്പോഴും ഐ ഡോണ്ട് തിങ്ക് വണ്ടർല മാത്രം അങ്ങനത്തെ ഒരു ഇത് ചെയ്യുന്നുള്ളൂ. വേറെ ആരും RO ട്രീറ്റഡ് വെള്ളമൊന്നും ഉപയോഗിക്കാറില്ല. സോ വി ആർ വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. ബട്ട് ലൈക്ക് യു സെഡ്, എന്താ പറയുക, കുറേ ആയിരക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ ഐ മീൻ യു ഹാവ് ടു ക്ലീൻ ഇറ്റ് മോർ ഫ്രീക്വൻ്റ്ലി. ഇത്തരം മണിക്കൂറിനുള്ളിൽ ഒരു പൂളിലത്തെ വെള്ളം മുഴുവൻ ഒരു പ്രാവശ്യം റീസൈക്കിൾ ചെയ്യണം. അങ്ങനത്തെ പല കണക്കുകളും ഉണ്ടാവും. അതനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഫിൽറ്റേഴ്സ്, ഇപ്പോൾ നമ്മളിപ്പോൾ US നിന്നും കൊറിയയിൽ നിന്നൊക്കെയാണ് അതിൻ്റെ ഫിൽറ്റേഴ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് സ്പെഷ്യലായിട്ടുള്ള ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാം അതിൻ്റെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം. കാരണം ഇന്ത്യയിൽ മാത്രമല്ലല്ലോ അമ്യൂസ്മെന്റ് പാർക്കുകൾ, ലോകത്തെ പല സ്ഥലങ്ങളിലുണ്ട്. ഒൺലി തിങ് ഈസ് ഇവിടെ ആൾക്കാർക്ക് ഹൈജീൻ ഇത് നമ്മൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. അതായത് വെള്ളത്തിലിറങ്ങുമ്പോൾ അതിന് മറ്റേ സ്പാൻഡെക്സ് ടൈപ്പ് മെറ്റീരിയൽ ഉള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങാൻ പാടുള്ളൂ. അങ്ങനത്തെ കുറച്ച് റൂൾസ് ഒക്കെ നമ്മൾ പിന്നെ കൊണ്ടുവന്നു. ആദ്യം ഉണ്ടായിരുന്നില്ല അതൊന്നും. കാരണം അല്ലെങ്കിൽ ഈ കളർ ഡ്രസ്സിന്റെ കളറൊക്കെ ചിലപ്പോൾ വെള്ളത്തിലേക്ക്, അപ്പോൾ അത് വെള്ളം ലുക്ക് ഡേർട്ടി. പിന്നെ ഒരു ഹൈജീൻ ഇഷ്യൂവും കൂടിയാണ്. ഇപ്പോൾ അതുകൊണ്ട് വി ആർ മോർ സ്ട്രിക്റ്റ് വിത്ത് ആൾക്കാർ എന്ത് ഡ്രസ്സ് ഇട്ടിട്ടാണ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. അത് നമ്മൾ കുറച്ചുകൂടെ